السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. SKIC ദമാം കമ്മിറ്റിയുടെ ഒരു തുള്ളി വെളിച്ചം എന്ന പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജീവിതത്തിൽ നാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇന്ന് നിത്യജീവിതത്തിൽ നാം എല്ലാവരും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ബാത്റൂമിൽ പോകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. എങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ടാണ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതിൻ്റെ ഭവിഷ്യത്തുകൾ എന്നൊക്കെയാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാത്റൂമിലേക്ക് നാം പോകുമ്പോൾ ഇടത് കാൽ മുന്തിച്ചുകൊണ്ട് വേണം പോകാൻ. അതുപോലെ പാദരക്ഷ ധരിക്കുക, തലമറക്കുക എന്നീ കാര്യങ്ങൾ നാം സൂക്ഷിക്കണം. കൂട്ടത്തിൽ നാം മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഭൂമിയോട് അടുക്കുന്നതിന് മുമ്പ് വസ്ത്രം മുകളിലേക്ക് ഉയർത്താൻ പാടില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ നാം ശ്രദ്ധിക്കേണ്ടത്, കിടക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബാഇസി, അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ പ്രവേശിക്കുന്നു, ആൺ പിശാചുകളെ തൊട്ടും പെൺ പിശാചുകളെ തൊട്ടും ഞാൻ അല്ലാഹുവേ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന ദിക്ർ ചൊല്ലി കൊണ്ടാണ് നാം പ്രവേശിക്കേണ്ടത്. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ടത്, മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് നമ്മിൽ പല ആളുകൾക്കുമുള്ള ഒരുപാട് ദുസ്വഭാവങ്ങളുണ്ട്. അതൊക്കെ നാം പാഠമാറ്റണം. ഒന്ന്, മൂത്രത്തിൽ തുപ്പൽ അല്ലെങ്കിൽ കാഷ്ടത്തിൽ തുപ്പൽ. അത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. എന്താണ് അതുകൊണ്ടുള്ള ദോഷം? രക്തദൂഷ്യം അതിനാൽ പിടിപെടും. മാത്രമല്ല പല്ലുകൾക്ക് മഞ്ഞ നിറം വരും. അതിൻ്റെ കാരണം ഈ മൂത്രത്തിലും കാഷ്ടത്തിലും തുപ്പുന്നത് കൊണ്ടാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ നാം മൂക്കിൽ നിന്നും പിഴിയുന്ന ആ മൂക്കട്ട പിഴിയൽ, അതും നിരോധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്താൽ അവൻ്റെ ജീവിതത്തിൽ ഹമ്മ് അതൊരിക്കലും വിട്ടുമാറുകയില്ല, മനസ്താപം വിട്ടുമാറുകയില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല കേൾവി കുറയാനും അതിന് കൂടുതൽ സാധ്യതയുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നെ നാം വിസർജനം ചെയ്യുന്ന അവസരത്തിൽ കണ്ണടച്ച് പിടിച്ചുകൊണ്ട് വിസർജനം ചെയ്യാൻ പാടില്ല. അതിനാൽ നിഫാഖ് വരും എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ രണ്ട് കൈയും തലക്ക് കൊടുത്തുകൊണ്ട് ചില ആളുകളൊക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യൽ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അതിനാലെ വെള്ളപ്പാണ്ട് രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. പിന്നീട് പഠിപ്പിക്കുന്നു, ഭിത്തിയിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് വിസർജനം ചെയ്യാൻ പാടില്ല. മൂത്രമൊഴിക്കുമ്പോഴും കാഷ്ടിക്കുമ്പോഴൊക്കെ സൈഡിലുള്ള ഭിത്തിയിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് ചെയ്താൽ രണ്ട് ആപത്തുകൾ അവന് വരുമെന്ന. ഒന്ന്, അവൻ്റെ മുഖപ്രസന്നത
അത് നീങ്ങും. 2, അവൻ്റെ വയർ പെരുക്കത്താൽ വന്ന് വീർക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ വിസർജനം ചെയ്യുന്ന അവസരത്തിൽ നാം ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പല്ല് തേക്കൽ, ഗുഹ്യസ്ഥാനത്തേക്ക് നോക്കൽ, ഇതൊക്കെ ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. അത് നാം ചെയ്യരുത്. പിന്നെ സംസാരിക്കാൻ പാടില്ല എന്ന് അതിൻ്റെ ഒരു സുന്നത്തിൽ പറയുന്നുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുമ്പോൾ ബാത്റൂമിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. നമ്മുടെ ബുദ്ധി കൊണ്ട് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ബാത്റൂമിൽ ആരും കമ്പനിയായി പോവാറില്ല. പിന്നെ അന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തി ഇന്ന് നമുക്ക് ഒരിക്കലും സംശയമുണ്ടാവില്ല. കാരണം മൊബൈലുമായിട്ടാണ് ബാത്റൂമിലേക്ക് ആളുകൾ പോകുന്നത്. ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ സാധിക്കുകയും ചെയ്യും. ഫോണിലൂടെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക, അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ അവൻ്റെ മലമൂത്ര വിസർജനത്തിൻ്റെ ആ ആയാസം അത് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അത് നാം ഒഴിവാക്കണം. പിന്നെ മലമൂത്ര വിസർജനം ചെയ്യൽ കറാഹത്തായ ഒരുപാട് സ്ഥലം, മാളം, അതുപോലെ തീ, വെണ്ണീർ, എല്ല്, ഭക്ഷണ സാധനങ്ങൾ, ഇതിലൊന്നും വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ പാത്രത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ല. അതുമല്ല, ആവശ്യങ്ങളാണെങ്കിൽ, ഒരു രോഗിയാണ്, അങ്ങനത്തെ ആളുകൾക്കൊഴികെ അല്ലാതെ മൂത്രമൊഴിക്കൽ കറാഹത്താണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ വിസർജനം ചെയ്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം ശുചീകരിക്കേണ്ട കാര്യങ്ങളും വളരെ ഭംഗിയായ രീതിയിൽ അത് ശുചീകരിച്ച് പുറത്തേക്ക് വരുമ്പോൾ വലത് കായ് മുന്തിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് കടക്കുവാൻ. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ പാലിക്കുക. എന്തായാലും അള്ളാഹുവിൻ്റെ ഐശ്വര്യം, ഇസ്സത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.